ഇന്നത്തെ ആവശ്യത്തിന് എന്തെങ്കിലും പച്ചക്കറികൾ കിട്ടുമോ എന്നറിയാനാണ് ടെറസിലേക്ക് രാവിലെ തന്നെ എത്തിയത്. മനസ്സിന് സന്തോഷം നൽകുന്ന കാഴ്ചയാണ് ടെറസിലെത്തിയപ്പോൾ തന്നെ കണ്ടത്. 2-3 ദിവസമായി നോട്ടമിട്ടിരുന്ന സലാഡ് വെള്ളരിക്ക് ഏകദേശം പാകമായി നിൽക്കുന്നു. നേരത്തെ കുറേ സലാഡ് വെള്ളരി എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. എന്തായാലും പാകമായ സലാഡ് വെള്ളരിയെ പെട്ടെന്ന് തന്നെ വിളവെടുത്തു. സാമാന്യം തരക്കേടില്ലാത്ത വലിപ്പമുള്ള സലാഡ് വെള്ളരിയാണ് ഇന്ന് കിട്ടിയത്. സലാഡ് വെള്ളരി വിളവെടുത്ത ശേഷം നേരെ പോയത് എന്റെ കത്രിക്ക ചെടികളുടെ അടുത്തേക്കാണ്. 2-3 ചെടികളിൽ പാകമായ കത്രികകൾ ഉണ്ടായിരുന്നു. ഇന്നത്തേക്ക് ആവശ്യമായ കത്രിക്കയും പറിച്ചെടുത്തു. തൊട്ടടുത്ത ചെടിയിൽ നിന്ന് വഴുതനയും ഇന്ന് വിളവെടുക്കാൻ സാധിച്ചു. ഡാർക്ക് നിറത്തോടൊപ്പം അല്പം ഗ്രീൻ ഷെയ്ഡുള്ളതാണ് ഈ വഴുതന. എന്റെ തക്കാളി ചെടിയിലും 2-3 തക്കാളി പാകമായി നിൽപ്പുണ്ടായിരുന്നു. ഈ ചെടിയിൽ നിന്ന് നേരത്തെയും കുറേ തക്കാളിക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. തക്കാളി പറിച്ചെടുക്കുന്നതിനിടയിലാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഒരു തക്കാളിയുടെ മൂട് ഭാഗത്ത് ഇങ്ങനെ നിറം മാറിയിരിക്കുന്നു. കാൽസ്യത്തിന്റെ കുറവുകൊണ്ടാവാം ഇങ്ങനെ സംഭവിച്ചത്. ഇന്നത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇത് സാധാ കറിവേപ്പില അല്ല. ഇതിന്റെ ഇല കണ്ടോ, വളരെ ചെറുതാണ്. ചൈനീസ് കറിവേപ്പില എന്നും കൊറിയൻ കറിവേപ്പില എന്നും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിക്കും ഇതിന്റെ പേരെന്താണെന്ന് അറിയുന്നവർ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.